ഞാനും കൊണ്ടും കൂടി ഇതാ ആമിയെ കാണാൻ രാവിലെ ഇപ്പോൾ 7 മണിയായി. എന്തായാലും ഒന്ന് പോയി നോക്കാം. എനിക്കൊരു മനസ്സമാധാനം. ഇന്നലെ അവളൊന്ന് കടിച്ച് പറിച്ചത് കൊണ്ടേ ഒരു സമാധാനവും ഇല്ല. നല്ല കരിഞ്ഞു വന്നതായിരുന്നു. ഇപ്പോഴേക്കാണ് അവൾ വീണ്ടും അതിനെ മുറിച്ചത്. മുമ്പേ ഓടുന്ന ആളിതാ ബാക്കിൽ നിൽക്കണം. എന്തോരം ഓടാൻ. വായങ്ങോട്ട്. എന്തായാലും പിടിക്കാൻ ചെന്നപാടെ ബാക്കിലും എല്ലാം കടിച്ചു കൊടുത്ത ഒരു പേടി. അവനെ ബാത്റൂമിലായിട്ട് ഇങ്ങോട്ട് നീക്കി കെട്ടിയിരിക്കണം. അവനെ അഴിച്ചുവിടാൻ അവളെ പറ്റാത്തത് കൊണ്ടേ അമ്മ ഇങ്ങോട്ട് മാറ്റി കെട്ടിയിരിക്കുകയാണ് വെള്ളയിലോട്ട്. കാരണം അപ്പോഴൊക്കെ അവൻ ബാത്റൂമിലൊക്കെ പോയി എന്നിട്ട് അമ്മ തൊഴിലുറപ്പിന് പോകുന്നേരം ഇവിടെ കെട്ടിയിടും. അപ്പോൾ അവൾ പുറത്തൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കൊണ്ട് കെട്ടിയിട്ടാൽ മതി. അവളെല്ലാ കാര്യവും നടത്തിയിട്ട് ഇരിക്കുമ്പോൾ അമ്മ കൊണ്ടുവന്ന് അപ്പുറത്ത് കെട്ടും. പിന്നെ വാരി കളയും. പിന്നെ എന്താ പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. എടാ എന്നെ നക്കണാണ് കേട്ടോ. തുടരുതേ, എനിക്ക് വേദന എടുക്കുവേ എന്നുള്ളത് നോക്ക്. പിന്നെ ഭയങ്കര വൃത്തിയാണ്. ഇരിക്കുന്ന ഭാഗത്തൊന്നും പോകത്തില്ല. അമ്മ ഒരു കസാരയും കൂടി കൊണ്ടിട്ട് കൊടുക്കും. കാരണം മണ്ണിലേ കാര്യം ഒരു എപ്പോഴാണ് പോണേന്ന് നോക്കിയിരിക്കാൻ അമ്മയ്ക്ക് പറ്റൂലല്ലോ. ബാത്റൂമിൽ പോണ സമയം അമ്മയ്ക്ക് രാവിലെ 8 മണിക്ക് മുന്നേ തൊഴിലുറപ്പിന് പോകണം. പിന്നെ സഹോദരന് ജോലിക്ക് പോകണം. അപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ തിരക്കായതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ വന്ന് കാവലിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് അമ്മ അങ്ങ് പോവും. അപ്പോൾ ഇവൾ 1/2 മണിക്കൂറോ സമാധാനപ്പെട്ട് കാര്യങ്ങൾ നടക്കും. അപ്പം അവൾക്കറിയാം ഇവിടെ കൊണ്ടുവിടുന്നത് അതിനാണെന്നേ. പിന്നെ തൊഴിലുറപ്പിന് പോവാൻ സമയമാകുമ്പോൾ അമ്മ തിരിച്ച് വീണ്ടും കെട്ടും. കാരണം മഴയൊക്കെ പെയ്യും. അതുകൊണ്ട് ഇവിടെ കെട്ടിയിടാൻ പറ്റൂല. തൊട്ടടുത്ത് തന്നെ കേട്ടോ, വീടിൻ്റെ അടുത്ത് തന്നെ കെട്ടിയിടുന്നത്. ദൂരോട്ടും കെട്ടിയിടുന്നില്ല. ഇനിയിപ്പോൾ കാര്യമൊക്കെ സാധിച്ചു കഴിയുമ്പോൾ അമ്മ ഒരു 8 മണിയാകുമ്പോൾ തിരിച്ചവിടെ കൊണ്ടങ്ങ് കെട്ടിയിട്ടിട്ട് പോവും. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല അവർക്ക്. നല്ല മുറിവ് കരിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ഇവളെ കാര്യം പറയാൻ പറ്റൂല കേട്ടോ. ഇവൾ വീണ്ടും ചലവും അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇവൾ പിന്നെ ഉണ്ടോ പേടി നമുക്ക്. ഇവളിനി നക്കാതിരുന്നാലേ സമാധാനമുള്ളൂ കേട്ടോ. മുറിവ് ഉണങ്ങി വരുന്നുണ്ട്. പക്ഷെ അവളെ കാര്യം അറിയാമല്ലോ. നമ്മൾ എവളെന്നുള്ളതല്ല. ആദ്യം 2-3 ദിവസം നല്ല തൊടാൻ പോലും പേടിയുള്ള സമയത്ത് ഇവൾ അതിൽ നക്കയില്ലായിരുന്നു, തൊടയുമില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ചീഞ്ഞ് വേദന. നമ്മൾ അടുത്തുകൂടി പോകുമ്പം തന്നെ ഞെട്ടിപ്പോവും. അത്ര വേദനയും പഴുത്തും പോയിരുന്ന സമയത്ത് അവൾ അങ്ങോട്ട് ബാക്കിലോട്ട്. ഇപ്പം മുറിവ് കരിഞ്ഞ് വന്നപ്പോഴാണ് അവൾക്ക് നക്കാനൊരു ടെൻഡൻസി ഉണ്ട് കേട്ടോ. കാരണം ഇപ്പം മുറിവ് കരിഞ്ഞ് അപ്പം നമുക്കൊരു ഇത് കരിയാനുള്ള ഒരു ചൊറിച്ചിൽ. നമ്മളെ മുറിവായാലുവേ ഉണങ്ങി വരണ അനുസരിച്ച് ചൊറിച്ചിൽ വരുമല്ലോ. ഞാൻ അവനതോ അവിടെ കെട്ടിയിട്ട് കേട്ടോ. അതിൻ്റെ വിളിയാണ്. എനിക്ക് ഇനിയുള്ള പേടിയെന്ന് പറഞ്ഞാൽ നക്കാതിരിക്കുന്ന ഒരു സ്പ്രേ ഉണ്ടെന്ന് ഒരാളെന്തോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഒന്ന് ആ സ്പ്രേയുടെ പേരൊന്ന് മെസ്സേജ് ഇട്ട് പറഞ്ഞു തരണം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ലോഷൻ ഒഴിച്ച് കഴുകി. അത് ആശുപത്രിയിൽ നിന്ന് തന്ന ലോഷനാണേ ഒന്ന് കഴുകിയത്. ഈച്ചയൊന്നും പുഴുവൊന്നും വരാതിരിക്കാനായിട്ട്. എന്നിട്ട് നിർമ്മല ചേച്ചി പറഞ്ഞ ഓയിൽമെൻറ്റ് ഇടുന്നുണ്ട്. എന്ത് പറഞ്ഞാലും നല്ല കരിയുന്നുണ്ട്. എന്തായാലും എന്തൊരസുഖവും നമുക്ക് ഈ പറഞ്ഞതുപോലെ 1 ദിവസമോ 2 ദിവസം കൊണ്ട് നമുക്ക് അങ്ങ് മാറിക്കിട്ടാൻ ചാൻസില്ലല്ലോ. എന്തായാലും പതുക്കെ തന്നെയല്ലേ മുറിവ് ഹീലായി വരുവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കാത്തിരിക്കണം. ഇവള് പാവമാണ്. പക്ഷെ അങ്ങനെ നക്കയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നക്കി പോയാൽ മതി. ബ്ലഡ് കാണുന്ന നേരെ അങ്ങ് നമുക്ക് തന്നെ നമുക്കൊരു ചൊറിച്ചിൽ എന്തെങ്കിലും വന്നാൽ നമ്മൾ വെറുതെ വിടുമോ? നമുക്ക് ഇത്രയും കാര്യം അറിയാമെങ്കിലും നമ്മൾ മനുഷ്യർ പോലും ഒരു ചൊറിച്ചിൽ വന്നാൽ അയ്യോ അവൾ സ്നേഹം കൂടിപ്പോയി അവളെ പറ്റി പറഞ്ഞപ്പോൾ.
നിങ്ങൾ ഞാൻ കണ്ടല്ല, ഇപ്പം മുറിവെല്ലാം ഉണങ്ങിയിരുന്നേന്. വേണമെങ്കിൽ അവൾ ഇനി നക്കും. ഇനി ഓയിൽമെൻറ്റ് ഇട്ട് കൊടുത്തിട്ട് വരാവേ. എൻ്റെ അരിടാ, ഓയിൽമെൻറ്റ് ഇടണോ വേണ്ടേ? പിടിച്ചോ, വിട്. നടവാനല്ല വന്ന് എടുപ്പിക്കാൻ. സംഭവം എവള് നക്കാണോ കണ്ടു. മുറിവ് കരിയാൻ സമ്മതിക്കണേ അവള്. ഇത്തിരി നല്ല വേദനയും തൊടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പം തൊടൂലായിരുന്നു, അപ്പം അങ്ങ് കരിഞ്ഞതായിരുന്നു. ഇപ്പം എന്താ വീണ്ടും അവിടെ ഈ നക്കിയതാണ്. നമ്മളിപ്പം തീരെ നിവർത്തിയിട്ടപ്പോൾ ഇതാണ് ചെയ്തത്. ഒരു കുറച്ച് നേരമെങ്കിലും ആ ഓയിൽമെൻറ്റ് ഉണങ്ങുന്ന നേരമെങ്കിലും ഇരിക്കട്ടെന്ന് വിചാരിച്ച്. അമ്മേരെ നല്ലൊരു കുപ്പി എടുത്ത് അറുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത് അവൾ നക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ 5 മിനിറ്റ് നമ്മൾ നിന്നപ്പോൾ അവളൊന്നും ചെയ്തില്ല. നമ്മളങ്ങോട്ട് മാറിയപ്പം കാലുകൊണ്ട് അവൾ തെറ്റി അതങ്ങ് എടുത്ത് കളഞ്ഞു കേട്ടോ. ഇന്നൊരു പാലുകാച്ച ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളുടെ നെയ്യാടാൻ വഴിയാണ് പോയത്. അപ്പോൾ അവിടെ 4 ഷട്ടറും തുറന്നിട്ടിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ കാണുന്നതൊക്കെ കണ്ടും ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചേ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ വന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനും കാഴ്ചകൾ കാണാനും. കുറച്ച് നേരം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈവനിങ് കുറച്ച് രസമൊക്കെ എല്ലാവരും നടക്കാനും ഒക്കെ വരുന്നത് കാണാൻ കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ, നല്ല കാറ്റായിരുന്നു കേട്ടോ. നല്ല സുഖമുണ്ട് അവിടെ നിൽക്കാൻ. നല്ല വെയിലത്ത് അവിടെ പോയി നിൽക്കുമ്പം നല്ല സുഖമുണ്ട്. കാരണം അപ്പുറത്ത് കണ്ടാൽ അറിയാം നിങ്ങൾ കുടയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. ഞാനിവിടെ വെയിലത്ത് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു പാലുകാച്ചിലൊക്കെ പോയിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അങ്ങനെ ഞങ്ങളവിടെ തിരിച്ച് പോകുന്നതിനിടയ്ക്ക് എനിക്ക് ഉപ്പിലിട്ട മാങ്ങ വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഉപ്പിലിട്ട മാങ്ങ വാങ്ങിക്കാൻ പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 മാങ്ങയൊക്കെ മേടിച്ചു. അപ്പം അതിന് നേരെ വീട്ടിലോട്ട്. എൻ്റെ അനിയൻ്റെ പാല് വെച്ചിട്ട് പോയേ. ഞാൻ ഇവിടെ കഴിച്ച എല്ലല്ല. നിങ്ങളിങ്ങനെ ചെയ്യുമോ? എൻ്റെ കുണ്ടപ്പം ഇരിക്കണമൊക്കെ ഇപ്പോൾ പാല് വെച്ച് വഴിഞ്ഞ് വന്നതേ ഉള്ളേ. എൻ്റെ പൊന്നിനെ ഓർത്തപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അവനും കൂടി എടുത്തുകൊണ്ട് വരണമെന്ന് തോന്നി. ഇതും അവനുള്ളതാണേ, ഇതും അവനുള്ളതാണേ. ഞാൻ 2 ഗ്ലാസ്സിലായിട്ട് ഒരു വേസ്റ്റ്. ഇത് നല്ല ഇറച്ചി. ഇന്ന് പാരി കൊടുക്കണ്ടെന്നാണ് എനിക്ക് തോന്നണത്. നോക്ക് ഇരിക്കണം, നോക്കി. അയ്യോ ചോറടാ, ചോറിന് വേണ്ടി ഇരിക്കണയാണ്. അപ്പോൾ ഒരു എന്തിനാണോ എനിക്ക് ഭയങ്കര ഇനി അവന് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇറച്ചി മാത്രം കഴിച്ചിട്ട് ചോറ് കഴിക്കുമല്ലോ. ഇപ്പോൾ വൈകുന്നേരം വന്നതാണ്. ഇവിടെ നോക്കട്ടെടാ. നീ നക്കണ്ട, ഞാൻ നോക്കിക്കോളും. അവനെ ഓർമ്മിപ്പിക്കണത് ശരിയല്ല. നീ അവിടെ നിന്നോ. കാണിച്ച എവിടെ നോക്കിട്ട്. എന്താ വൈകുന്നേരം ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഇങ്ങനെ പിടിച്ചു വച്ചിട്ടാണ് ഒരുത്തിക്ക് ഞാൻ ചെയ്ത് കൊടുക്കണത്. എൻ്റെ പൊന്നെ നക്കല്ലേടാ. ഇന്ന് നല്ല കുറഞ്ഞ്. നീ നക്കാതിരുന്നാ എളുപ്പം കഴിയും കേട്ടാ. ഉപ്പു എൻ്റെ പൊന്നെ ഭയങ്കര സ്നേഹം കേട്ടാ. ഞാൻ ഈ മുറിവിലൊക്കെ തൊടുമ്പോഴേ ഇപ്പം ആദ്യം ഇതാ കണ്ട
മുറിവിലൊക്കെ തൊടാം. അപ്പോൾ ഞാൻ ഈ മുറിവിൽ തടവി കൊടുത്താലും അങ്ങനെ അവൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അവളെ ഉപദ്രവിക്കാനല്ല എന്ന് അവർക്കറിയാം കേട്ടോ. നമ്മളോട് ആ ഒരു സ്നേഹം, അവളെ മുറിവിൽ തൊട്ട് ഞാൻ ഉപദ്രവിക്കില്ല. എന്നാലും അവൾ നോക്ക് കണ്ട, സ്നേഹം മാത്രമേ ഉള്ളൂ. കടയടി അവിടെ കടയടി, ഇനി തൊട്ടുമല്ലേ അങ്ങ് തൊട്ടുമല്ലേ നീ. നിങ്ങൾ പറയണതൊക്കെ സത്യമാണ് കേട്ടോ. നമ്മളിവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ മനസ്സിലാക്കാം, അവർക്കറിയാം. അവരെ മുറിവ് ഞാൻ വേദനിപ്പിക്കാനുള്ളതല്ല, ഞാൻ അവളെ സഹായിക്കാൻ വരണേണെന്ന് നന്നായിട്ടറിയാം എൻ്റെ പൊന്നു മക്കൾക്ക്. അല്ലേടി അവൾക്ക് ഈ കസാരയിൽ കിടന്ന് ശീലമായി കേട്ടോ. ഇപ്പം മാറ്റി കിടത്തിയാലും കരയും. ഇപ്പം വരാന്തയെ കൊണ്ട് കിടത്തിയാൽ അവൾക്ക് എന്തോ സ്ഥലം മാറ്റുക, അല്ലാതെ അഴിച്ചു വിട്ടുക. പിന്നെ വരാന്തയിൽ കെട്ടിയാൽ ഞങ്ങളും കൂടെ വേണം. കെട്ടിയിട്ടിട്ട് പോയാൽ അവളെന്തോ ഒറ്റപ്പെട്ട പോലെ. അപ്പോൾ അവിടെ കിടന്ന് വിളിക്കും നമ്മൾ കതവും പൂട്ടിയിട്ട് പോകുമ്പോഴേ. അതുകൊണ്ടാണ് ഇവിടെ നടക്കാതെ അവിടെ കൊണ്ട് കെട്ടുന്നത്. ഞാൻ രാവിലെ അവിടെ കൊണ്ട് കെട്ടിയിട്ടങ്ങ് പോയി. ഇനിയിപ്പോൾ സന്ധ്യയായില്ലേ, അവർ വന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഞാനിനി അഴിക്കാൻ നിൽക്കുന്നില്ല, സമയമില്ല. ഞാൻ പോകണം. ക്ലീൻ ചെയ്തു ഇനി വീട്ടിൽ ചെന്ന് ചെയ്യണം. എനിക്കും കുറച്ച് ജോലികളുണ്ട്. കൈതാടി ബിസ്ക്കറ്റില്ല, കൈതാ. അങ്ങനെ ചെയ്യണം നമുക്ക്. ഇത് ചക്കര മുറ്റാണ്, ഇത് നമ്മൾ പൊന്നാണ്, ഇത് പൊന്നും പാടി. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ആരും ഇല്ലെന്നേ. ഇതാ ഇപ്പം കൊടുത്തു കഴിഞ്ഞ്, അപ്പോഴാണ് ഇത് രണ്ടുള്ള നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. വീഡിയോ എടുത്തു തരാൻ ആളില്ല എനിക്ക്. മതിയാ ഇതിൽ തേച്ചിട്ട് കൊടുക്കും. ഇപ്പം ഞാൻ കഴുകി കൊടുത്തു. എവിടെയാടാ? നീ മിണ്ടായിരിക്കും, കാണാൻ പറ്റുമുണ്ടോ? ഇതാ കണ്ടോ? നമ്മുടെ ആമീരെയും കുണ്ടുവിൻ്റെയും കൂടിൻ്റെ കാര്യം ഒരുപാട് പേര് ചർച്ച ചെയ്തിട്ടുള്ളൊരു കേസാണ്. അപ്പം എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊന്നും പോയി അമ്മ ഇവർക്കൊരു കൂട്, അവർ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, ഞങ്ങളെ കാര്യങ്ങൾ നോക്കുന്നതെല്ലാം അച്ഛനും അമ്മയുമാണ്. അച്ഛൻ ജോലിക്ക് പോവാണ്, അമ്മ ജോലിക്കൊന്നും പോകില്ല, അമ്മ ഹൗസ് വൈഫാണ്. അപ്പം അച്ഛൻ്റെ ഇതിലാണ് ഞങ്ങളെ ഫാമിലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ അച്ഛനെ നമുക്കറിയാം, നമ്മളെ ഫാമിലി ബുദ്ധിമുട്ടൊക്കെ നമുക്കേ അറിയാവൂ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് കൂടൊന്നും ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അതെനിക്ക് വീട്ടുകാരോട് ചോദിക്കാനും എനിക്ക് താല്പര്യമില്ല. അപ്പം എനിക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. നമുക്ക് മോണിറ്ററൈസേഷൻ 2 മാസം മുമ്പായിട്ടുണ്ട്. പിന്നെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ലോങ് വീഡിയോ ഇട്ടാൽ മാത്രമേ നമ്മുടെ പൈസയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അതും വ്യൂസ് വേണം 1Kക്ക് മേളിൽ, എന്ന് വെച്ചാൽ 1000 വ്യൂസിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ക്യാഷ് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തും പഠിച്ചു. പക്ഷെ ഞങ്ങളുടെ 3 മിനിറ്റിലുള്ള വീഡിയോ ഒന്നും ഇട്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അതിൽ നിന്നൊന്നും കിട്ടൂല കേട്ടോ. ഇവർക്ക് ഒരു കൂട് വാങ്ങിക്കാനുള്ള ഒരു ഇതൊന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടൂല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന ലോങ് വീഡിയോസ് ഞാൻ നിങ്ങളിടാം. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും നിങ്ങൾ മാക്സിമം ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത്, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഗുണ്ടുവിന് എന്ത് ചെയ്യാം, നമുക്ക് ഒരു കൂട്, അല്ല ഗുണ്ടുവിനും ആമിക്കും ഒരു കൂട് മേടിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നും ചോദിക്കുകയില്ല. മാക്സിമം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ലോങ് വീഡിയോ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയും കമൻറ്റ് ഇടുകയും ലൈക്ക് ഇടുകയും ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗുണ്ടുവിനോ ആമിക്കോ ഒക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണ പ്രൈസിൽ നമുക്കൊരു കൂട് മേടിച്ചു കൊടുക്കാം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം
നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയണം. ഒരുപാട് പേരെ കമൻറ്റ് കാണുമ്പോൾ അത്രയും സമാധാനമാണ് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായവും ഇതിൽ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇപ്പം ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന പാല് വാങ്ങുന്ന സ്ഥലത്ത് അവർ പശു വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്തിരി കുറച്ച് ദൂരം പോകണം വൈകുന്നേരം പാല് മേടിക്കാനേ. അപ്പം ഞാൻ വൈകുന്നേരം അവർ റോഡിൻ്റെ ഒരു ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് പോകും. അപ്പം ഞാനും എന്നും ഒരു 4 മണിയാകുമ്പോൾ ഇവനെയും കൂടി കൊണ്ടങ്ങ് പോകും. അപ്പം പാലും എടുക്കും, ഇവൻ്റെ കാര്യങ്ങളും നടക്കും. വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ നടക്കും, ബാത്റൂം കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാനും അവനും കൂടി ഇറങ്ങി. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, തൊടൽ കാണുന്നിടത്ത് അവൻ വരും. അങ്ങനെ എടുത്തുകൊണ്ട് പോയ വഴിക്ക് മോള് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഞാൻ പോയി പാലെടുത്തുകൊണ്ട് വരാം, ഇളയവളും ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് വരാം, അമ്മ പോകൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തായാലും അവനെയും കൊണ്ട് ഇറങ്ങി. കുറച്ച് മുറ്റം വരെ ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും അവളെത്തി. പിന്നെ വിചാരിച്ച് കുറേ നാളായല്ലോ ഇവനെയും കൊണ്ട് നമ്മളൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ ആമിയും ചെന്ന് കണ്ടിട്ട് ഞാൻ ഒരു ഉച്ചയ്ക്കൊക്കെ പോയതാണേ പാല് കാച്ചിന്. എൻ്റെ കൊച്ചിച്ചൻ്റെ മോൻ്റെ വീട് പാല് കാച്ച്. അപ്പോൾ ഉച്ചയ്ക്ക് പോയിട്ട് വന്ന പടഞ്ഞ ആമിയെ നോക്കിപ്പോയി. കാരണം രാവിലെ പോയി ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ വന്നത്. പിന്നെ വൈകുന്നേരം ഒന്ന് പോയി നോക്കി. കാരണം എനിക്ക് അവളെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലേ എനിക്കൊരു തൃപ്തിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ ആമിയെ പോയി 2 നേരമെങ്കിലും പോയി ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ല. അപ്പോഴാണ് ഒരു സംഭവം കണ്ടത്, നിങ്ങൾക്കൊന്നും കാണിച്ചു തരാം കേട്ടോ. നമുക്കൊരു സന്തോഷ വാർത്ത കാണിച്ചു തരാം. എൻ്റെ ഗുണ്ടപ്പനെ ഓട്ടിക്കുമെന്ന് അറിഞ്ഞൂടാ. ഗുണ്ടപ്പ ഓട്ടിക്കല്ലേടാ, എവിടെ പോയി? അത് പറന്നു പോയി കേട്ടോ. നല്ല ബുദ്ധി ഉണ്ടോ നോക്ക്. പാറയുടെ പുറത്തല്ലേ ഇരുന്ന് കണ്ടേ, പാറയിൽ കയറാൻ നോക്കുകയാണ് അവൻ. അങ്ങ് നടന്ന് പോകുന്നുണ്ട്. എനിക്ക് കുറച്ച് വിറവ് കിട്ടിയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പറക്കി വെച്ചു. എത്ര കിട്ടിയാലും കൊതിയില്ലാത്തതാണല്ലോ നമുക്ക് വിറക്. ഉപയോഗിക്കും തോറും തീരുന്ന സാധനവും. എന്നിട്ടത് അവൻ എന്നെ നോക്കി തിരിച്ചു വരുന്നുണ്ട് കേട്ടാ. ഞാൻ വിചാരിച്ച് പോകുന്നു. ഞാൻ വരാത്തത് കൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ട്. സൂം ചെയ്ത് കാണിച്ചു തരാം. അതാ കണ്ട പൊന്നു മക്കൾ കേട്ടാ, എന്നെ തന്നെ നോക്കണം. ഒരു തുമ്പറ്റത്തൊരു ഒരു വിറകൂടി കെട്ടിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഓടിയത് ഉടക്കി നിൽക്കും. അങ്ങനെ എന്തെങ്കിലും ഉടക്കാതെ ഇതുള്ളത് കൊണ്ട് അവൻ്റെ മനസ്സിൽ ഞാനെന്തോ പിടിച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഇപ്പം അതൊക്കെ നടന്നു പോകണം. പതിനെട്ടാം പടി പോലെ കുറച്ച് പടിയുണ്ട് ഇറങ്ങാൻ. ഈ വീട്ടിൽ ആൾ താമസമൊന്നുമില്ല, ഒരിടയ്ക്കൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എനിക്കും അവനും സന്തോഷം. ഞാൻ രാവിലെ ബാത്റൂമിലൊക്കെ വിട്ടതല്ലേ, അപ്പം ഞാൻ വിചാരിച്ച് ആമിയും പോയി കണ്ടിട്ട് വന്ന പാടെ പാലിന് പോണ വഴിക്കൊന്ന് തുണി പോലും മാറിയില്ല കേട്ടാ. പാലും എടുത്ത് ഗുണ്ടുവിൻ്റെ കാര്യം ഒന്നും കൂടി നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ നേരെ തോട്ടത്ത് പോയി. പിന്നെ കിട്ടിയ വിറവ് ആരായാലും എടുക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ വിറകുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവളെ ഇവിടെ ആക്കി, ഇവനെ ഇവിടെ ആക്കി. പിന്നെ ഉള്ള ഒരു കാഴ്ചയാണ്, എന്നും നമ്മളെ ചേട്ടൻ വരുമ്പോഴേക്കും അവൻ്റെ ഒരു തല താഴ്ത്തി ആ ബാഗിൻ്റെ കൂടെ എന്നും ഇതൊരു കാഴ്ച തന്നെ കേട്ടാ. ചേട്ടന് അധികം ചാടൂല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വന്ന് കട്ടിലിരുന്ന് കുറച്ച് കുഞ്ഞു കുശലം പറയണതാണ്. അപ്പോഴും നമ്മളിവിടെ ഉണ്ടോ അവിടെ നമ്മളെ ഗുണ്ടപ്പനും ഉണ്ടല്ലോ. അപ്പോൾ ഓടി വന്ന് അവനും നമ്മളെ കൂടെ ഏറി ഇരുന്ന് ഈ കുശലൊക്കെ പ്രകടനം. അയ്യോ, ഞാൻ എന്നും ഇങ്ങനെ കാണിക്കണല്ലേ അമ്മ. പിന്നെ
അങ്ങനെ നമ്മളെ കുഞ്ഞു ഇടയ്ക്കിടയ്ക്കൊക്കെ കമൻറ്റ് പറഞ്ഞു. അവൾക്ക് ചെറിയ കുശുമ്പുണ്ട് ഇങ്ങനെ ചേച്ചിയുടെ മടിയിലിരിക്കുന്നതും. പിന്നെ രസമാണ് കേട്ടോ, നമ്മൾ എവിടെയെങ്കിലും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമെങ്കിൽ ഉടനെ ഗുണ്ടൂരും അത് കേൾക്കണം, അത് നമ്മളെ കൂടെ ഇരിക്കണം. ഇപ്പം അങ്ങനെ ഞങ്ങൾ 4 പേരെ കൂടെ 5 പേരായിട്ടുണ്ട്. അതൊരു രസമാണ് കേട്ടോ. അവനും വന്ന് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കണ കാണുമ്പോൾ. പിന്നെ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണേ. ഇങ്ങനെ വിളിക്കുന്നത്. ഇങ്ങനെ വിളിക്കണേ അമ്മ പറയാണ്, ഇവിടെ സഹോദരൻ വരുമ്പോഴും ഇത് തന്നെ നീ കാണേണ്ട കാഴ്ച തന്നെ. എവളെപ്പറ്റി പറയാൻ എൻ്റെ അമ്മയ്ക്ക് 100 നാവാണ്. വൈകുന്നേരം നീ വന്ന് കാണണം. അവൾ ബൈക്കിൽ നിന്ന് വരുമ്പോൾ ആ പൊതിയും നോക്കിയിട്ടുള്ള ഒരു വിളി. ഞാൻ പോണേ. വിട്ട ഓടിക്കളയാ. നീ അഴിച്ചു വിട്ട് ഓടിക്കളയോടാ. നേരം ഈ ഓട്ടമാണ് കേട്ടോ ബാത്റൂമിൽ പോവാനാ. ഓഹോ ഹോ ഹോ. ഇങ്ങനെ എന്നും വരുമ്പോൾ അവനെ തുറന്നു വിടുവേ, അതാണ് അവൻ്റെ ഒരു അമ്മയെ കാണുമ്പോൾ ഒരു വെപ്രാളം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ലോങ് വീഡിയോയിൽ കുറച്ച് കമൻറ്റ് വായിക്കാവേ. ജയ ആൻറ്റി പറയുവാണ്, ആമി മോൾ നല്ലൊരു കൂട് മേടിച്ച് കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞില്ല ആൻറ്റി, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കുറച്ച് വ്യൂസൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അവർക്കൊരു കൂട് മേടിച്ച് കൊടുക്കാം. ഷീജ ശിവൻ ഒരുപാട് ലവ് ഇട്ടിട്ടുണ്ട്. നിർമ്മല ആൻറ്റി പറയാം കുഞ്ഞല്ലേന്ന്. അവൻ കുഞ്ഞൊന്നല്ല ആൻറ്റി. വിനയ പ്രദീപ് ഇട്ടേക്കുവാണ്, ഞാൻ നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാമെന്നും പറയുന്നുണ്ട് ആൻറ്റി, ഒരുപാട് താങ്ക് യു. ഫാഹിദ ഷാഹുൽ അമീദ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടാണ്, അത് ചേച്ചിയാണോ ആരാണെന്ന് അറിയില്ല കമൻറ്റ് ഇടുന്നത്. ആമിക്കൊരു കൂട് സെറ്റാക്കൂ ബ്രോ, തീർച്ചയായും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് വഴി തന്നെ നമുക്ക് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. 2 പേരെയും കാണുമ്പോൾ എന്താ സന്തോഷം, നമുക്കും അത് തന്നെ ആൻറ്റി. മോർണിംഗ് ഡൂ എന്ന് പറഞ്ഞിട്ടുള്ള, ആമിക്ക് കിടക്കുവാൻ സുരക്ഷിതമായിട്ടുള്ളൊരു ഇടം ആണ് വേണ്ടത്. അവളിപ്പോൾ സുരക്ഷിതമാണ്, പുറത്തൊന്നും അല്ല, അവൾക്ക് ഏകദേശം ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്, നമുക്ക് പറ്റുന്ന മാക്സിമം അവരെ നമ്മൾ നോക്കുന്നുണ്ട്. സിന്ധു ആൻറ്റി ഇട്ടേക്കുവാണ്, എല്ലാ മാസവും 2 പേർക്കും വിരമരുന്ന് കൊടുക്കുന്നുണ്ട്. മിനി ജേക്കബ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി ഇട്ടേക്കോ, നിങ്ങളുടെ വീട് തന്നെയാണ് ഗുണ്ടുവിന് സ്വർഗം. സത്യമായിട്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പം. നിർമ്മല നായർ മക്കളെ, പിന്നെ പൂച്ച കണ്ണിൽ മാന്തും, ശ്രദ്ധിക്കാട്ടോ. ഷിജി സദീൻ എന്നിട്ടുള്ള ഒരു ആൻറ്റി ഇട്ടേക്കോ, ആമിയെ നല്ലോണം നോക്കണേ, നല്ല സ്ഥലത്ത് കിടത്തണം, എനിക്കും 11 പേരുണ്ടോ, അയ്യോ. ഫാഹിദ ആൻറ്റി ഇട്ടേക്കോ, നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ എന്തും നന്മകളും ഉണ്ടാകും. താങ്ക് യു ആൻറ്റി, ഒരുപാട് സന്തോഷം. ഈ ആൻറ്റി നമുക്ക് സത്യം പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഞങ്ങളുടെ കമൻറ്റിലുള്ള ഒരു ആൻറ്റിയാണ്. ബിന്ദു ആൻറ്റി ഇട്ടേക്കോ, ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ, അവർ ആൻറ്റി ഫുൾ വൈബാണ് ഗൈസ്. ആൻറ്റി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഒന്നും നോക്കുന്നില്ല, നമ്മൾ പോസിറ്റീവിലോട്ട് മാത്രം. ശരി ആൻറ്റി. അപ്പോൾ അടുത്ത് നമ്മൾ ജയ ആൻറ്റി വീണ്ടും ഇട്ടേക്കുവാണ്, മിണ്ടാ പ്രാണികളെ നോക്കൂ, നല്ലത് ദൈവം തരുമെന്ന്. താങ്ക് യു ആൻറ്റി, ഒരുപാട് സന്തോഷം. നിങ്ങളുടെയൊക്കെ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളത്. പിന്നെ കൃഷ്ണേന്ദു ആൻറ്റി, നമ്മുടെ ദീദി ആൻറ്റി പറയണം, ഹായ് ബിന്ദു രാധു സുഖമാണോ, ആമിയുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, താങ്ക് യു. ദിൽഷ ഇട്ടേക്കുവാ, സോറി ആൻറ്റി. എടാ എന്ത് പറ്റിയാണ്, നീ നെറ്റ്വർക്കൊക്കെ അടിച്ചു പോയോ നിൻ്റെ? എന്തായാലും മെസ്സേജും കമൻറ്റും ഒക്കെ വരണം കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മുടെ ബിന്ദു സുരേഷ് ബാംഗ്ലൂരിലുള്ള ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റി നമ്മുടെ ആമിയെക്കുറിച്ചും കുറേ നമുക്ക് നല്ല ഇൻഫോർമേഷൻസ് ആണ് കേട്ടോ. ആൻറ്റി ഞങ്ങൾ അവളെ കെട്ടി ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവളിങ്ങനെ കടിക്കും അതിനെ, അപ്പം അത് വീണ്ടും മുറിവ് ഇങ്ങനെ വലുതാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവിടെ കെട്ടി വെക്കാത്തത്. എന്തായാലും ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആൻറ്റി നമ്മൾ നോക്കാം. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ആൻറ്റിയുടെയൊക്കെ കമൻറ്റ് കാരണമാണ് അവളെ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ നോക്കാൻ പറ്റുന്നത്. പിന്നെ ജയ ആൻറ്റി ഇട്ടേക്കുവാണ്, ചേച്ചി എന്തെങ്കിലും തുണി എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത്, തീർച്ചയായും ഇട്ട് കൊടുത്താലും അതിൽ കിടക്കത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ, ബൈ ബൈ.